അപ്പോൾ ഈ ജർമ്മൻ പഠിച്ച് ജർമ്മനിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അടിപൊളി അവസരങ്ങളാണ് ജർമ്മനിയിലുള്ളതെന്നുള്ളത് പറഞ്ഞു. എന്താണ് ഇവരുടെ ഫാമിലിയുടെ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇവരോടൊപ്പം ഇവർ ലൈഫ് സെറ്റാകുന്ന സമയത്ത് ഇവരോടൊപ്പം മൈഗ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഫാമിലിക്ക് എന്തൊക്കെ അവസരങ്ങളാവും? അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫാമിലിയോട് കൂടി പോകാം. എന്നാൽ തുടക്കത്തിൽ അല്ലെങ്കിൽ പോലും ഒരു നേഴ്സ് അവിടെ രജിസ്റ്റേർഡ് നേഴ്സായി കഴിയുന്നതോടെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ ഇപ്പം സ്പൗസിനും മക്കൾക്കും എത്താൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇവരുടെ മെഡിക്കലും എഡ്യൂക്കേഷനും കംപ്ലീറ്റ്ലി ഗവൺമെൻറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ മക്കൾക്ക് ഇത്ര യൂറോ വെച്ച് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജാണ്. കൂടാതെ കുട്ടികൾക്ക് അവരുടെ മെഡിക്കൽ ഫ്രീ ആണ്, എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ അവർക്ക് മന്തിൽ ഇത്ര രൂപ ഗവൺമെൻറ് നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തുടങ്ങി ഒട്ടനവധി ആനുകൂല്യങ്ങൾ ജർമ്മനിൽ എത്തുന്ന ഒരു നേഴ്സിനും കുടുംബത്തിനും ഉണ്ട്. മാത്രമല്ല നമ്മളീ പറഞ്ഞ സാലറി റേഞ്ചൊക്കെ ബിഗിനിങ് സ്റ്റേജിലാണ്. ഇവരുടെ എക്സ്പെൻസ് കൂടുന്നതനുസരിച്ച് സാലറി റേഞ്ചിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ UK ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ സ്പൗസിന് വരുന്ന ആൾക്കാർക്ക് ഒട്ടനവധി തൊഴിലവസരങ്ങളുമുണ്ട്. ഇപ്പോൾ ഒരു എഞ്ചിനീയർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ IT പ്രൊഫഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ല ഇപ്പം മെഡിക്കലിന് തന്നെ ഫാർമസിസ്റ്റോ ഫിസിയോതെറാപ്പിസ്റ്റോ തുടങ്ങിയ കാര്യങ്ങളായിക്കോട്ടെ, ഡ്രൈവർ ആയിക്കോട്ടെ, ഈ ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി വേറൊരു യൂറോപ്യൻ രാജ്യത്തിലും ഇല്ല. അവിടെയൊക്കെ നമുക്കറിയാം ഇപ്പോൾ UK വരുന്ന മെജോറിറ്റി ആൾക്കാരും കെയറായിട്ടും ഒക്കെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്രൊഫഷൻ അനുസരിച്ച് ഒരു ഏകദേശം അതിനടുത്തുള്ളൊരു പ്രൊഫഷൻ എത്തിച്ചേരാൻ സാധിക്കുന്ന ഓരോ അഡ്വാൻറ്റേജസും അതിനുള്ളൊരു അറ്റ്മോസ്ഫിയറും സത്യത്തിൽ ജർമ്മനിലുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം ഇപ്പം ഏതെങ്കിലും ഒരു എഞ്ചിനീയറായി ജോലി ചെയ്ത ഒരാൾക്ക് ജർമ്മനി എത്തിച്ചേർന്നതിന് ശേഷം എഞ്ചിനീയറിംഗ് ജോലി ലഭിക്കാതെ കെയറായിട്ടും ജോലി ചെയ്യേണ്ട സാഹചര്യം നോർമലി ഉണ്ടാകാറില്ല. അങ്ങനെ ഫാമിലി റീയൂണിയൻ സാധ്യമാകുന്നു എന്നതിനൊപ്പം അവിടെ ഇഷ്ടപ്പെട്ട പ്രൊഫഷണൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്.